നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാരും എഴുന്നേൽക്കുന്നതിന് മുന്നേ ചേച്ചി പണിയും തീർത്ത് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോണം. വാ, മിണ്ടാതെ വാ ഇങ്ങോട്ട്. കാലം കയറി വരാനൊന്നും പോകുന്നില്ല. അതെ, ഞാനങ്ങ് ഓടിച്ചു വിടില്ലേ നമ്മുടെ ലാലേട്ടനെ പോലെ ഫൈറ്റ് ഒക്കെ ചെയ്ത്. ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് ഒന്ന് വെളുപ്പായാൽ മതിയായിരുന്നു. കാര്യം എന്താണെന്ന് അവള് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലമ്മേ. പക്ഷെ അവൾക്കെന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. നിന്റെ അനിയത്തി ആയതിനേക്കാൾ വലിയ എന്തോ പ്രശ്നം ഉണ്ടാവാൻ അവൾക്ക്. കേട്ട ഉടനെ നീ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു കാണും. ഇല്ല, ഞാനങ്ങനെ പറഞ്ഞില്ല. എന്താ യശോദേ, വെളുപ്പാങ്കാലത്ത് ഇവളെ കണിമംഗലത്തേക്ക് പറഞ്ഞയക്കാനുള്ള ഉദ്ദേശമാണോ നിനക്ക്? ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ കൺമുമ്പിൽ ഇവള് കാട്ടിക്കൂട്ടുന്നതൊക്കെ പച്ച പാവമായിട്ടുള്ള വെറും അഭിനയമാണ്. ഇവളുടെ മനസ്സിൽ ഒരാളോട് ഒരു സ്നേഹവും ഇല്ല. അല്ലെങ്കിൽ സ്വന്തം അനിയത്തിക്ക് കിട്ടുമായിരുന്ന സൗഭാഗ്യം തട്ടിപ്പറിക്കുമായിരുന്നില്ലല്ലോ. മുത്തശ്ശി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിലും എനിക്കെന്തിനാ അങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ? യശോദേ, പ്രിയങ്കയും വരുണും തമ്മിൽ നല്ലവണ്ണം ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനാദ്യം വേണ്ടത് വരുണിനെ കാണാനുള്ള ഇവളുടെ അവസരങ്ങൾ മുടക്കുക എന്നതാ. അതെങ്ങനെയാ? ഇവൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോണമെങ്കിലും കൂട്ടായിട്ട് വരുൺ തന്നെ വേണമല്ലോ. ഒന്നും അറിയാത്ത ദേവൻ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചാലും എല്ലാം അറിയാവുന്ന നീ തിരുത്തേണ്ടതല്ലേ? അമ്മ പറയുന്നൊക്കെ ശരി തന്നെ. പക്ഷെ ഞാൻ എന്തുകൊണ്ടാ അങ്ങനെ പെരുമാറുന്നെന്ന് ദേവേട്ടൻ ചോദിച്ചാ ഞാൻ എന്തുത്തരം പറയും? ഞാൻ ഇവളുടെ മുഖത്ത് നോക്കി പറയുന്നത് പോലെ 4 വാക്ക് നിനക്ക് പറയാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ വീടിനകത്ത് ഇവൾ ഉണ്ടാകുമായിരുന്നില്ല. പ്രിയങ്ക വിളിച്ചാലും വരുൺ വിളിച്ചാലും കണിമംഗലത്തുള്ളവര് ഒരുമിച്ച് ചേർന്ന് വിളിച്ചാലും ഇനി മേലെ നീ കണിമംഗലത്തേക്ക് പോവണ്ട, കേട്ടല്ലോ? എന്താ ഇവിടെ കണിമംഗലത്തെ കുറിച്ചൊരു ചർച്ച? അതൊന്നും ഇല്ലടാ. സംസാരത്തിനിടയില് ബന്ധുവീടിനെ കുറിച്ച് പറഞ്ഞു പോവില്ലേ? സംസാരം മാറിയാൽ അതെനിക്ക് മനസ്സിലാവില്ലെന്നാണോ അമ്മ കരുതുന്നത്? എന്താ മോളെ, നിന്നോട് കണിമംഗലത്ത് പോകരുതെന്ന് അമ്മ പറയുന്നത് കേട്ടു. അതിന് കാരണം പറ. അയ്യോ ദേവേട്ട, പോകണ്ടെന്നല്ല, ഇപ്പൊ പോകണ്ടെന്നേ ഉദ്ദേശിച്ചുള്ളൂ. ദേ, ഇങ്ങനെ ഓരോരോ ആൾക്കാരോടായി പ്രത്യേകം ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വ്യക്തമായി പറ മോളെ. അത് അച്ഛ, പ്രിയ വിളിച്ചിരുന്നു. നാളെ വെളുപ്പിന് എന്നോടൊന്ന് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു. അവൾക്ക് എന്തോ എന്റെ സഹായം അത്യാവശ്യമുണ്ടെന്നാ പറഞ്ഞേ. അത് ഞാൻ ഇവിടെ പറയായിരുന്നു. ഇതിനിപ്പോ ആരാ ഇവിടെ തടസ്സം നിന്ന്? നിങ്ങൾ ചേച്ചിയും അനിയത്തിയും തമ്മിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് ഇവിടെ ആർക്കാ ബുദ്ധിമുട്ട്? ദേവ, നീ കാര്യം പറയുന്നത് മനസ്സിലാക്ക്. ബന്ധുവീടാണെന്ന് കരുതി വിവാഹപ്രായമായ പെൺകുട്ടി ഏതു നേരം അവിടെ പോകുന്നതും തങ്ങുന്നതും ഒക്കെ ശരിയല്ല. ഒരു പെൺകുട്ടി അവളുടെ കൂടപ്പിറപ്പിനോട് സഹായം ചോദിക്കുന്നത് തെറ്റാണോ അമ്മേ? ആണോ യശോദേ? പ്രിയങ്ക വെറുതെ വിളിച്ചതായിരിക്കും. എങ്ങനെയാലും വിളിച്ചല്ലോ. വിളിച്ച സ്ഥിതിക്ക് രാധിക മോള് പോണം. മോള് നാളെ രാവിലെ തന്നെ തയ്യാറായിക്കോ. അച്ഛൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വിടാം. ശരി അച്ഛാ. പ്രിയങ്ക മോളെ എനിക്കറിയാം. അവൾക്ക് ചില പ്രാപ്തിക്കുറവുകളൊക്കെ ഉണ്ട്. അത് പരിഹരിക്കേണ്ടവൾ നീയാ. എന്റെ മോള് നേരത്തെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. വെളുപ്പിനെ അച്ഛൻ വിളിച്ചോ.
കൊണ്ടുവന്നേ, ഇങ്ങോട്ട് പോടി. ദേ, അവിടെ ചെന്നിട്ട് പ്രിയങ്കമോൾ എന്തെങ്കിലും പണി ഏൽപ്പിച്ച അത് കൃത്യമായി ചെയ്യുക. അത് കഴിയുമ്പോ ഇങ്ങോട്ട് മടങ്ങുക. അല്ലാതെ എന്റെ കൊച്ചിന്റെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ചെയ്തലുണ്ടല്ലോ, എപ്പോഴും നിന്നെ രക്ഷിക്കാൻ ഈ ദേവൻ ഉണ്ടാവണമെന്നില്ല. കേട്ടോടി, പറഞ്ഞാ മനസ്സിലായോ? ചേച്ചി വന്നത് ഇവിടെ ആരും അറിയാൻ പാടില്ല. അതെന്താ? ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. ആരും അറിയാതെ തിരിച്ചു പോവാൻ വേണം. പ്രിയ, നീ കാര്യം എന്താന്ന് പറ. ഇവിടെ എല്ലാവരും കൂടി എന്നെ ഒരു വലിയ പരീക്ഷണത്തിൽ എത്തിച്ചിരിക്കുക. ഇന്ന് ഈ വീട് മുഴുവൻ ഞാൻ അടിച്ചു തുടച്ച് വൃത്തിയാക്കണം. അത് ഏട്ടത്തിയോടുള്ള മത്സരോ? അതെന്ത് മത്സര? ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട. ഞാൻ പറയുന്ന ജോലികളൊക്കെ എന്നെ ചെയ്തു തന്നാ മതി. ബുദ്ധിമുട്ടുണ്ടോ? നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ എനിക്കെന്താ ബുദ്ധിമുട്ട്? എന്നാ വാ. പിന്നൊരു കാര്യം, ശബ്ദം കേട്ട് ആരെങ്കിലും ഇറങ്ങി വന്ന് ചേച്ചിയെ ജോലി ചെയ്യുന്നെന്ന് കണ്ട അതോടെ ഞാൻ എന്നേക്കുമായി ചിലപ്പോ കണിമകളിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ ഒരു കുടുംബത്തിനകത്ത് നടത്തുവോ? എനിക്ക് വിശദീകരിക്കാനൊന്നും നേരമില്ല. ഇങ്ങോട്ട് വന്നേ. എല്ലാരും എഴുന്നേക്കുന്നതിന് മുന്നേ ചേച്ചി പണിയും തീർത്ത് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോണം. വാ വാ, മിണ്ടാതെ വാ ഇങ്ങോട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.